കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും ദൈവസന്നിധിയിൽ അതേ വായിപ്പാൻ താല്പര്യപ്പെടുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. വളരെ പരിചയമായ, വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചന ചിന്തയാണ്, വാക്യങ്ങളാണ് നമുക്ക് കേൾപ്പാനായിട്ട് കഴിഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും അടുപ്പമുള്ള, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഹല്ലേലൂയ തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ വായിക്കപ്പെട്ട. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, കർത്താവിൻ്റെ ക്രൂശീകരണം, ക്രൂശ് മരണം നമുക്ക് മറക്കാനോ നമുക്ക് അവോയ്ഡ് ചെയ്യാനോ കഴിയാത്ത, ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ നടുവിൽ ലോകത്തിൽ ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര സംഭവമാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ക്രൂശിലെ ചില സാധ്യതകൾ അതേ നിങ്ങളുടെ നടുവിലേക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ ആർക്കും നിഷേധിക്കാത്ത, ഒരു മനുഷ്യന് നിഷേധിക്കപ്പെടാൻ കഴിയാത്ത ചരിത്രമാണ്, ചരിത്ര സംഭവമാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം. അതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചത്. അന്നത്തെ മതരാഷ്ട്രീയ കോടതികൾ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ട് ഒരു ചെറു കുറ്റം പോലും അവൻ്റെ മേൽ കൽപ്പിക്കാൻ കഴിയാതെ, ഒരു ചെറുവിരൽ പോലും നീട്ടി അവൻ്റെ മേലൊരു കുറ്റം കണ്ടെത്താൻ കഴിയാതെ, യേശുവിൻ്റെ മേൽ അവർ ചുമത്തപ്പെട്ട പ്രധാനമായ 5 കുറ്റങ്ങൾ, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കല്ലുവെച്ച പച്ച നുണയായിരുന്നു എന്നത് തെളിവ് സകലം തിരുവചനത്തിൽ പ്രസ്താവിക്കപ്പെടുമ്പോൾ, ഈ പച്ചക്കള്ളം അവൻ്റെ മേൽ അതേ നിരത്തി വെച്ചിട്ടും എല്ലാ മതരാഷ്ട്രീയ കോടതികളും ഇവനിൽ കുറ്റമില്ല എന്ന വിധി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അതിനൊറ്റ വാക്കേ ഉള്ളൂ: പകരക്കാരനായി, എനിക്ക് പകരക്കാരനായി, നമുക്ക് പകരക്കാരനായി ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. അതിനവിടെ തന്നെ ഒരു സംഭവമുണ്ട്. അന്നത്തെ ഏറ്റവും നിഷ്ഠൂരനും ഏറ്റവും തകർന്നവനും ഏറ്റവും കുലപാതകനും ക്രൂശിനർഹനായ ഒരുവനുണ്ടെങ്കിൽ അത് ബർബാസായിരുന്നു. ക്രൂശീകരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഉടയ്ക്കപ്പെട്ട് കിടന്ന ഈ മനുഷ്യനെ അതേ ഫ്രീയായി വിട്ടുകൊണ്ടാണ് കർത്താവ് ആ ക്രൂശിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ബർബാസ് യേശുവിനെ കണ്ടപ്പോൾ അല്പം ഒന്ന് മുട്ടടിച്ച് നിന്ന് കാണും. കാരണം ഞാനല്ല വിടുവിക്കപ്പെടേണ്ടത്, നിഷ്കളങ്കനും നിർമ്മലനും നിർദോഷനും അതേ ഒരു കുറ്റവും കണ്ടെത്താത്ത ഈ പവിത്രനായ, ഈ പരിശുദ്ധനായ, എല്ലാവർക്കും വേണ്ടി കഴിഞ്ഞ 3.5 വർഷക്കാലം അതേ ജനത്തിനു വേണ്ടി ഏറ്റവും ഉന്നതനായി നിന്ന ഈ പവിത്രനായ വ്യക്തിത്വം ക്രൂശിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫ്രീ ആയി പോകുന്നത്, ഹല്ലേലൂയ, അവൻ്റെ മനസാക്ഷിയിൽ വളരെ വേദന ഉണ്ടാക്കിയെങ്കിലും എൻ്റെ ചിന്തയിൽ യേശു പറഞ്ഞു, ബർബാസേ, നീ പൊയ്ക്കൊള്ളുക, നിനക്ക് പകരക്കാരനായി, നിനക്ക് പകരം ഞാൻ ക്രൂശിലേക്ക് അതേ കരയേറി പോകാം. അപ്പോൾ പകരക്കാരനായി ക്രൂശിക്കപ്പെടുന്ന നമ്മുടെ കർത്താവിൻ്റെ ചിത്രം. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇത്ര സന്തോഷമുള്ളവരായി, ഇത്ര അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവിടെ ഇരിപ്പാനായിട്ട് കാരണമായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണം നാം മനസ്സിലാക്കുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം.
ഒരു മനുഷ്യൻ ആരാണെന്ന് നമ്മൾ അറിയുന്നത് അവനെ വേദനിപ്പിക്കുമ്പോഴാണ്. ഇന്ന് നമ്മളെല്ലാം സന്തോഷമുള്ളവനായിരിക്കുന്നു, പക്ഷേ നാം ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മളെ ഒന്ന് വേദനിപ്പിക്കണം, വേദനയിലൂടെ കടത്തിവിടണം. വേദനയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോഴാണ് അവൻ ആരാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നത്. എൻ്റെ യേശുവിന്റെ വേദനയുടെ ഏറ്റവും ഘോരകരമായ നിമിഷമായിരുന്നു ഗത്സമന മുതൽ കാൽവറി വരെയുള്ള നിമിഷങ്ങൾ. ഗത്സമനയിൽ വെച്ച് അവൻ പിടിക്കപ്പെടുകയാണ്. ഒരു ദുർമാർഗിയെ പോലെ, ഒരു ദുഷ്ടനെ പോലെ അതേ അവനെ പിടിക്കുമ്പോൾ അവൻ സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നു. അന്നത്തെ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെടുന്നു. ഒരു മുൾക്കിരീടം തലയിൽ അടിച്ചിറക്കപ്പെടുന്നു. മുഖത്തെ രോമങ്ങൾ കുടിൽ കൊണ്ട് പിഴുതെറിയുന്നു. ആ മുറിപ്പാടുകളിലേക്ക് കാർക്കിച്ചു തുപ്പുന്നു. അവന്റെ കണ്ണുകൾ കെട്ടി അവനെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു. പീലാത്തോസിന്റെ കൽത്തളത്തിൽ കുനിച്ച് കെട്ടി നിർത്തി ഹല്ലേലൂയ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് പിടയാളികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അതേ ഈയ കഷ്ണങ്ങളും എല്ലും ചെറു കഷ്ണങ്ങളും വെച്ചു കെട്ടിയ അതേ പല നാരുകളുള്ള ചാട്ടവാർ വെച്ച് അവന്റെ മുതുകിൽ അവന്റെ ശരീരത്തിൽ അടിക്കുന്നു. ആ അടിച്ചു വലിക്കുമ്പോൾ അവന്റെ മുതുക് മുഴുവൻ ഉഴവുചാല് പോലെ കീറുന്നു. അവന്റെ ശരീരം മുഴുവൻ തകർത്തുടച്ച് ഒരു മനുഷ്യനോട് ചെയ്യാമെന്നതിലും അതിനും അപ്പുറം അതേ വേദന നൽകിക്കൊണ്ട് ഗത്സമന മുതൽ കാൽവറി വരെ എൻ്റെ യേശു വേദനയിലൂടെ കടന്നുപോയപ്പോൾ ഇത് മുഴുവൻ വീക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനാണ് ശതാധിപൻ. ശതാധിപന്റെ ജോലി മറ്റൊന്നുമല്ല, യേശുവിനെ ക്രൂശിപ്പാൻ. അതേ വിധിക്കപ്പെടുമ്പോൾ ആര് ക്രൂശിക്കണം, ആരിതിന് നേതൃത്വം നൽകണം? തീർച്ചയായിട്ടും ആ യഹൂദ മതത്തോട് കൂടുതൽ അനുകമ്പയുള്ള, ഏറ്റവും അടുപ്പമുള്ള ഒരു മനുഷ്യനെ, ആ ശതാധിപനെ, അവന്റെ കീഴിലുള്ള ആ വലിയ ബറ്റാലിയൻ പട്ടാളത്തെ അത് ഏൽപ്പിച്ചു. അവർ നല്ല ശക്തമായ നിലയിൽ യേശുവിനെ അവർ പീഡിപ്പിക്കേണ്ടതുപോലെ പീഡിപ്പിച്ചു. പക്ഷേ അവിടെ നിൽക്കുന്നതിൽ യേശുവിന്റെ ഗത്സമന മുതൽ കാൽവറി വരെയുള്ള ഓരോ ചലനവും വ്യക്തമായി കണ്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഈ ക്രൂശീകരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇമ വെട്ടാതെ യേശുവിനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സാക്ഷാൽ ഈ ശതാധിപനാണ്. ഇവൻ എൻ്റെ പീഡ ആരംഭിക്കുമ്പോൾ മുതൽ യേശുവിന്റെ മരണം വരെ, യേശു മരിക്കുന്നത് വരെ ഇമ വെട്ടാതെ നോക്കി നിന്ന് നേതൃത്വം നൽകുന്ന, അവൻ അടിക്കുന്നത് ശരിയാണോന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ഓരോ അടിയും കണ്ട് ക്രിസ്തുവിന്റെ പീഡ മുഴുവൻ കണ്ട് ഈ മനുഷ്യൻ അവസാനം പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ആ മനുഷ്യനോടൊന്ന് ചോദിച്ചാൽ പറയും, ഇവൻ ഈ പീഡ ആരംഭിക്കുമ്പോൾ ഇവൻ പറഞ്ഞത് യേശു മതത്തിനെതിരാണ്, യേശു യഹൂദനെതിരാണ്, നമ്മുടെ ന്യായപ്രമാണത്തെ ഉടയ്ക്കുന്നവനാണ്, അവൻ കൈസർക്ക് വിരോധിയാണ്, അവൻ കലഹിപ്പിക്കുന്നവനാണ്, അവൻ ഹല്ലേലൂയ ഈ ജാതിയെ മറിച്ചു കളയുന്നവനാണ്, അവൻ നമ്മുടെ ഭരണകൂടത്തിനെതിരാണ്. ഇങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്ന മനുഷ്യൻ അവസാനം പറയുക, സാക്ഷാൽ ഇവൻ ഒരു നീതിമാനായിരുന്നു. കണ്ടോ, എൻ്റെ യേശു കഷ്ടതയുടെ നടുവിലൂടെ, വേദനയുടെ നടുവിലൂടെ, തകർച്ചയുടെ നടുവിലൂടെ, അതേ പീഡയിലൂടെ കടന്നുപോയപ്പോൾ അവനെ കുറിച്ചൊരു സാക്ഷ്യം വെളിപ്പെടുത്തുക. ഞാൻ ചിന്തിച്ചതുപോലെയല്ല, ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാനായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഒരുവൻ ആരാണെന്ന് അറിയുന്നത് അവന്റെ സുഖകാലത്തല്ല, അവന്റെ സന്തോഷ നാളിലല്ല, അവന്റെ അനുഗ്രഹ നാളിലല്ല, അവന്റെ നന്മയുടെ നാളുകളിലല്ല. നീയും ഞാനും ആരാണെന്ന് അറിയുന്നത് നമ്മെ വേദനിപ്പിക്കുമ്പോൾ, നമ്മളെ തകർത്തു കളയുമ്പോൾ, നമ്മൾ പീഡയിലൂടെ പോകുമ്പോൾ സാക്ഷാൽ നാം ആരാണെന്നുള്ളത് അത് വെളിപ്പെട്ടു വരികയാണ്.
സുഖകാലമാണെങ്കിൽ നമ്മളാരും ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ല ആൾക്കാരാണ്. എന്നാൽ ജീവിതം പരുക്കൻ അനുഭവങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ അകത്തെന്താണെന്ന് വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, പീഡയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ അകത്തെ ദൈവകൃപ പുറത്തു വരത്തക്കവണ്ണം ആന്തരികമായി സമർപ്പണമുള്ള ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് ഹല്ലേലൂയ നമ്മെ ഉയർത്തുവാനിടയായി തീരട്ടെ. ഞാൻ എൻ്റെ ചിന്തയിലേക്ക് വരികയാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ അനവധി ആഗ്രഹിച്ചവർ പലരും തൻ്റെ ഒന്നാമത്തെ ഇന്നർ സർക്കിളിലുള്ള 12 പേർ, തൊട്ടടുത്ത സർക്കിളിലുള്ള 70 പേർ, ഇനി ഇവരെ കൂടാതെ രഹസ്യ ശിഷ്യരായിരിക്കുന്ന അനവധി പേർ അതേ തനിക്കുണ്ടായിരുന്നു. പക്ഷേ ക്രൂശീകരണത്തിൽ ചില രഹസ്യ ശിഷ്യർ തനിക്ക് വേണ്ടി വെളിപ്പെട്ടതൊഴിച്ചാൽ ഇന്നർ സർക്കിളിലുള്ള ആരെയും തനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഏറ്റവും അടുത്തുള്ളവരാരുമില്ലായിരുന്നു. എന്നാൽ വേറെ ചിലർ അത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശുവിനോട് ചേർന്നുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ് കുറയനക്കാരനായ ശീമോൻ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ അധ്യായം. അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആ മനുഷ്യനെ കാണാൻ കഴിയും. കുറയനക്കാരനായ ശീമോൻ, ലിബിയൻ സ്വദേശിയായിരിക്കുന്ന ആഫ്രിക്കൻ വംശജനായിരിക്കുന്ന കുറയന എന്ന വംശത്തിൽപ്പെട്ട അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമായിരുന്നു ഈ കുറയനക്കാരനായ ശീമോൻ. ഈ വ്യക്തിത്വത്തെ മനസ്സിലാക്കുമ്പോൾ ഒരു സത്യ അന്വേഷണിയായ, എവിടെയാണ് ദൈവിക അനുഗ്രഹം ലഭിക്കുന്നതെന്ന് അന്വേഷിച്ച ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സത്യമായി ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെ അന്വേഷണത്തിന്റെ നടുവിലാണ് തനിക്ക് മനസ്സിലായത്, അതേ യഹോവയാണ് സത്യദൈവമെന്നും ഈ ന്യായപ്രമാണമാണ് സത്യവചനമെന്നും ഈ യഹോവയെ ആരാധിപ്പാൻ യഹൂദ മതമാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടെത്തി യഹൂദ മതത്തിന്റെ ഒരനുസാരിയായി യഹൂദ മതത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കുറയനക്കാരനായ ശീമോനും തൻ്റെ കുടുംബവും. അങ്ങനെ ദൈവാനുഗ്രഹമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് യഹൂദ മതത്തിന്റെ ക്രമങ്ങളൊക്കെ ചിട്ടയോടെ ചെയ്ത് അത് പഠിച്ച് ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ഒരുക്കിയെടുത്ത് ദീർഘകാലങ്ങളായിട്ട് യഹൂദ മതത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. യഹൂദ മതത്തെ അനുസരിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, യഹൂദന്മാർ വർഷത്തിലൊരിക്കൽ യെരൂശലേമിലേക്ക് പോകും. എന്തിനാ? അവരുടെ ദൈവത്തെ ആരാധിക്കാൻ. യെരൂശലേം അവരുടെ ആലയം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യെരൂശലേമിന് നേർക്ക് അവരുടെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന യഹൂദൻ, അവൻ വർഷത്തിലൊരിക്കൽ യഹൂദൻ അവൻ യെരൂശലേമിലെത്തി അവന്റെ ഉത്സവങ്ങളും ആചാരങ്ങളും പിതാക്കന്മാർക്ക് വേണ്ടി അവൻ ദൈവം ചെയ്ത നന്മകളൊക്കെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റുകയും ഒന്നുകൂടെ അവർ സമർപ്പിക്കപ്പെടുകയും ഒന്നുകൂടെ അവരുടെ ആത്മീയ ജീവിതത്തെ ഉയർത്തിയെടുക്കുന്ന ആ പെരുന്നാളുകൾക്ക് വേണ്ടി അവന്റെ എല്ലാ വർഷവും യെരൂശലേമിലെത്താറുണ്ട്. ഈ മനുഷ്യന് ദീർഘവർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് യെരൂശലേമിലേക്ക് പോകണം, എനിക്ക് കുടുംബസമേതം യെരൂശലേമിൽ ചെന്ന് യെരൂശലേം ദേവാലയത്തിലെ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചുകൊണ്ട് യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് പെസഹ പെരുന്നാളും പെന്തിക്കോസ്ത് പെരുന്നാളും കൂടാര പെരുന്നാളും എന്ന് വേണ്ട എല്ലാ അതേ പെരുന്നാളുകളും ആചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദിവ്യ അനുഗ്രഹത്തിന്റെ പാത്രമായി, യഹൂദ മതത്തിൽ ഞാൻ ജനിച്ചില്ലെങ്കിലും ഒരു യഹൂദ മതത്തിൽ ഞാൻ നിലനിന്നില്ലെങ്കിലും എനിക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത തനിക്കുണ്ടായിരുന്നു. ദീർഘനാളുകൾ താൻ അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വർഷത്തെ തൻ്റെ യെരൂശലേമിലെ പെരുന്നാളിന് പോകാനുള്ള ക്രമീകരണം, ഒരുപക്ഷെ സാമ്പത്തികമായിട്ടൊക്കെ കിട്ടിയതൊക്കെ കൂട്ടിവെച്ച് തൻ്റെ കുടുംബവുമായി ഒരുമിച്ച് പെരുന്നാളിന് പോകേണ്ട വർഷമായി.
ആ വർഷത്തിൽ തന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, മക്കളെ, ഈ വർഷം നമ്മൾ പെരുന്നാളിന് പോകുകയാണ്. എവിടെയാണ്? യെരൂശലേമിലേക്ക് പെരുന്നാളിന് പോകുക. എന്താ? യഹോവയുടെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ, ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ. യെരൂശലേമിലേക്ക് പോയാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് നമുക്ക് യെരൂശലേമിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് തന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി അവർ വളരെ സന്തോഷത്തോടെ ഈ ഉത്സവത്തിന്റെ ദിവസങ്ങളായപ്പോൾ അവർ യെരൂശലേമിലേക്ക് എത്തിച്ചേർന്നു. ആ വർഷത്തെ യെരൂശലേമിലെ ഉത്സവം നടക്കുന്ന സമയത്താണ് യേശുവിന്റെ ക്രൂശീകരണം നടക്കുന്നത്. അവിടെ എത്തിയ എല്ലാ യഹൂദന്മാരും, അവിടെ എത്തിയ സകല അതേ ജനവും അറിഞ്ഞു യേശുവിന്റെ ക്രൂശീകരണം നടക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ ക്രൂശിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈ ക്രൂശീകരണം കാണുവാൻ ഈ മനുഷ്യനും അവിടേക്ക് ചെല്ലുക. ക്രൂശീകരണം ആരംഭിച്ചു. അവന്റെ ശരീരം മുഴുവൻ അടിച്ചു തകർത്ത് ഇപ്പോൾ ഏതാണ്ട് അർത്ഥപ്രാണനായി, മുൻപോട്ട് പോകാൻ കഴിയാതെ, ശരീരത്തിലെ രക്തമേറെക്കുറെ ഹല്ലേലൂയ നഷ്ടപ്പെട്ട്, ബലം നഷ്ടപ്പെട്ട്, അസ്ഥിയുടെ ശക്തി നഷ്ടപ്പെട്ട്, ഒരു പച്ചമരക്കുരിശും പേറിക്കൊണ്ട് വീണും എഴുന്നേറ്റും പോകുന്ന കർത്താവിന്റെ ആ യാത്ര വീക്ഷിക്കുന്ന ഈ ശതാധിപൻ ഒരു കാര്യം മനസ്സിലായി: ഈ പോക്ക് പോയാൽ ക്രിസ്തുവിനെ സന്ധ്യയ്ക്ക് മുമ്പ് ഗോൽഗോഥായിൽ എത്തിക്കാൻ കഴിയുകയില്ല. ഇന്ന് ക്രൂശീകരണം നടക്കുകയില്ല. കാരണം താൻ ക്ഷീണിതനായിരുന്നു, അർത്ഥപ്രാണനായിരുന്നു, വളരെ തകർക്കപ്പെട്ടിരുന്നു. തനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല. 2, അദ്ദേഹം ചിന്തിച്ചു, ഒരുപക്ഷെ ക്രിസ്തു ഈ നിലയിലാണ് യേശു പോകുന്നതെങ്കിൽ തനിക്ക് അവിടെ വരെ പോകാനുള്ള ആയുസ് ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ ക്രൂശീകരണം കൂടാതെയുള്ള ഒരു മരണം തനിക്ക് സംഭവിച്ചേക്കാം. അത്രയ്ക്ക് തകർന്ന്, അത്രയ്ക്ക് തരിപ്പണമായി, ശരീരം മുഴുവൻ തകർക്കപ്പെട്ടവനായി നിൽക്കുമ്പോൾ ശതാധിപൻ ഒരു കാര്യം മനസ്സിലായി: യേശുവിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട്. താൻ ആ വന്ന സമൂഹത്തിൽ മുഴുവൻ നോക്കി. നമുക്കറിയാം, ഈ ലിബിയൻ സ്വദേശി കറുത്തവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മെ പോലെയല്ല. അവരാളത്വത്തിൽ വലുതാണ്. 100 പേരുടെ നടുവിൽ നിന്നാൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. അവർ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഈ ശതാധിപൻ ഇങ്ങനെ നോക്കുമ്പോൾ തലയെടുപ്പുള്ള, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ തലയെടുത്ത് നിൽക്കുന്നു. ശതാധിപൻ പറഞ്ഞു, അവനെ പിടിക്കെന്ന് പറഞ്ഞു. പട്ടാളം അവനെ പിടിക്കാൻ ചെല്ലുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ശീമോൻ പറയുന്ന ഒറ്റ കാര്യമാ: വർഷങ്ങളായി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ യഹൂദ മതത്തിൻ്റെ പിൻഗാമിയായി, ഹല്ലേലൂയ, ഞങ്ങളുടെ മതം എനിക്ക് പഠിച്ചത്, ഹല്ലേലൂയ, ക്രൂശിനെ തൊടുന്നവൻ ശപിക്കപ്പെടുന്നവൻ, ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെടുന്നവൻ. ഞാൻ ഈ യെരൂശലേമിലേക്ക് ഓടിയെത്തിയത് ശാപം പ്രാപിക്കാനല്ല, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരു അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു അനുഗ്രഹം ലഭിക്കേണ്ടതിന്, എൻ്റെ ജീവിതം അനുഗ്രഹമായി തീരേണ്ടതിന് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വീട്ടിൽ എഴുന്നേറ്റിരുന്ന യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ: യഹോവേ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ. ദീർഘവർഷത്തെ എൻ്റെ പ്രാർത്ഥനയും ഹല്ലേലൂയ കാത്തിരിപ്പും അധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്ന്. ദൈവ ചെയ്ത് എന്നെ ക്രൂശിനെ തൊടാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിനകത്ത് ആ ശാപത്തിന്റെ ചിന്ത ഇറങ്ങി വന്നിട്ട്, അയ്യോ, അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് യെരൂശലേമിലേക്ക് ഓടിയെത്തിയ ഞാൻ അതേ ശപിക്കപ്പെട്ടവനായി മടങ്ങി പോകേണ്ടി വരുമോ എന്ന് പറഞ്ഞ് അവൻ അതെടുക്കാൻ അവൻ വിസമ്മതിച്ചു. എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു, ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെ പിടിച്ചു. അവൻ പിടികൊടുക്കാതെ മാറി നിന്നവനെ പിടിച്ചു. 2, അവനെ ചുമപ്പിച്ചു. 3, നടക്കുമാറാക്കി. ഈ യേശുവിന്റെ പീഡ കണ്ടിട്ട്, ഈ വേദന കണ്ടിട്ട്, അയ്യോ, ഈ മനുഷ്യൻ സഹിക്കുന്ന കഷ്ടതയുടെ നടുവിൽ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എന്റെ കൈ ഒന്ന് താങ്ങാമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നതല്ല, മറിച്ച് പടയാളികൾ പിടിച്ച്
നിർബന്ധിച്ച് അവനെ കൊണ്ട് ചുമപ്പിച്ച് ഒരു പക്ഷേ അവന്റെ ബാക്കിൽ നിന്ന് അവന് 2 അടിയുടെ കൊടുത്തായിരിക്കാം. ഇത് ശാപമെന്ന് പറഞ്ഞു മാറേണ്ട സ്ഥാനത്ത് അവനെ പിടിച്ചു നിർബന്ധിച്ച് ഈ ക്രൂശ് ചുമപ്പിപ്പാൻ ഏൽപ്പിച്ചു. ഇവൻ എന്താ ചെയ്തെന്നറിയാമോ? ക്രൂശ് എടുക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. യേശുവിന്റെ തോളിലിരിക്കുന്ന ആ ക്രൂശിന്റെ ആ തടിയുടെ താഴെ അറ്റം അവനൊന്ന് ബലത്തോടെ ഉയർത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ചുമലിലെ ആ ഭാരമൊന്ന് കുറച്ചിട്ട് അല്പം സ്പീഡിൽ നടക്കത്തക്കവണ്ണം അവൻ ആ കരം കൊണ്ട് ആ ക്രൂശിന്റെ ആ മരക്കട്ടത്തെ ഒന്ന് ഉയർത്തി കൊടുക്കുമ്പോൾ യേശുവിന് കൂളായി കാല് വെച്ച് പോകാൻ അങ്ങനെ അവൻ ഉയർത്തി കൊടുക്കുമ്പോൾ അവന്റെ അകത്തൊരു ശാപചിന്തയുണ്ടായിരുന്നു, അവന്റെ അകത്തൊരു വേദനയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് യെരൂശലേമിലേക്ക് അനുഗ്രഹിക്കപ്പെടാൻ വന്ന എന്റെ കയ്യിൽ കിട്ടിയത് ശാപത്തിന്റെ അതേ കുരിശാണല്ലോ എന്ന് ചിന്തിച്ച് അവൻ വേദനയോടെ താങ്ങുമ്പോൾ അന്ന് കുറയനക്കാരനായ ശീമോൻ അറിയില്ല അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ നടക്കുന്നതെന്ന്, അവന്റെ ആഗ്രഹമാണ് നടക്കുന്നതെന്ന്, അവന്റെ ഇച്ഛ അറിഞ്ഞുള്ള പവറാണ് വ്യാപരിക്കുന്നതെന്ന് അന്ന് ശീമോൻ അറിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി എനിക്ക് ഒരു കാര്യം അറിയാം. ശീമോൻ അറിയാത്തൊരു യാഥാർത്ഥ്യം ഇന്ന് രാത്രി അറിയുന്ന ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇടയ്ക്കാടിലുള്ള സകലർക്കും ഈ ക്രൂശിന്റെ മഹത്വത്തിന്റെ വിടുതൽ എന്താണെന്ന് അറിയാം എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഉഡബാ രഗജസ്കന അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദീർഘവർഷത്തെ അവന്റെ ദൈവകൃപ അനുഭവിക്കാൻ അനുഗ്രഹിക്കപ്പെടാനുള്ള ആഗ്രഹമാണ് അവനെ ക്രൂശിന്റെ ചുവട്ടിലെത്തിയത്. ഇന്ന് രാത്രി വിടുവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, ദൈവാനുഗ്രഹം ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന, സന്തോഷം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധികൾക്കുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അതിന് ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വഴിയാണ് ക്രൂശിന്റെ ചുവട്. യേശുവിന്റെ ക്രൂശീകരണം ശാപമല്ല, അത് നിങ്ങളെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം അത് തുറന്നു വെച്ചിരിക്കുന്ന ഒരു വഴിയാണ്. Praise the Lord. ഇന്ന് രാത്രിയിലും ഇതിന്റെ അനുഗ്രഹം പ്രാപിച്ചവരായി ഇവിടെ ഇരിക്കുന്നവർ ഹല്ലേലൂയ, അതൊരു സൈഡ് കൊണ്ട് അവസാനിക്കാതെ ഇന്ന് രാത്രി ക്രൂശിന്റെ അനുഗ്രഹം അതൊരു പവറായി, അത് ദേശത്തിന് വിടുതലായി, സമസിട്ടങ്ങൾക്ക് വിടുതലായി, ദേശത്തൊരു സൗഖ്യമായി, ദേശത്തിനൊരു അനുഗ്രഹമായി വ്യാപരിക്കത്തക്കവണ്ണം ഈ അനുഗ്രഹം എന്നിലും നിന്നിലും ഒതുങ്ങി നിൽക്കാതെ അതൊരു ജീവന്റെ ജലനദിയായി ഇവിടെ ഇരിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകി നമ്മുടെ ദേശത്തേക്കൊന്ന് വ്യാപരിക്കാം. നമ്മളെല്ലാം ഈ അനുഗ്രഹിക്കപ്പെട്ട് ഈ അനുഗ്രഹം എല്ലാം അവിടെ പ്രാപിച്ചു. നമ്മൾ ഒരിടത്ത് എന്ത് ചെയ്യുക? ഇരിക്കുക അല്ല. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവജലത്തിന്റെ നദി, ജീവന്റെ നദി, ജീവൻ തരുന്നവൻ ഒരുവനേ ഉള്ളൂ, ജീവിപ്പിക്കാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ. ലോകം മരണം കൊണ്ട് നിറഞ്ഞിരിക്കുക, ലോകത്തിന്റെ സന്ദേശങ്ങൾ മരണം കൊണ്ട് നിറഞ്ഞിരിക്കുക, ലോകത്തിന്റെ വ്യവസ്ഥകൾ മരണം കൊണ്ട് നിറഞ്ഞിരിക്കുക. ജീവിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, ജീവന്റെ സന്ദേശം ഒന്നേ ഉള്ളൂ. അതിന്നാരാന്ന് ചോദിച്ചാൽ ഞാൻ ഉറച്ചു പറയും, യേശു കർത്താവല്ലാതെ ജീവന്റെ ശക്തി മറ്റൊരുവനിൽ ഇല്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അതുകൊണ്ടാണ് ആ ക്രൂശ് ഒന്ന് താങ്ങിയതുകൊണ്ട് ആ ക്രൂശിലൂടെ ഒഴുകി വന്ന ഒരു തുള്ളി രക്തം ആ കയ്യിൽ വന്നു വീണപ്പോൾ അവന്റെ ചരിത്രം മാറി.
അവൻ്റെ ചരിത്രം മാറി. ഹല്ലേലൂയ. ഇന്നവൻ കുറയനക്കാരനായ അവൻ്റെ വംശീയ പേരിൽ അറിയപ്പെടുന്നവനല്ല. ഹല്ലേലൂയ. ലേഖനങ്ങളിൽ കയറുമ്പോൾ ഹല്ലേലൂയ അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായ ശീമോൻ, ഹല്ലേലൂയ, വീടിൻ്റെ ചരിത്രം മാറി കേട്ടോ. വീടിൻ്റെ ചരിത്രം മാറി. ദൈവസഭയുടെ ഒരു നിർണായക ഭാഗമായി, ദൈവസഭയുടെ അവോയ്ഡ് ചെയ്യാൻ കഴിയാത്തൊരു ഭാഗമായി കുറയനക്കാരനായ ശീമോൻ മാറി. ഹല്ലേലൂയ. അതേ സഭകളുടെ ബിഷപ്പായി അവൻ്റെ തലമുറ ഉയർത്തപ്പെട്ടു. പൗലോസ് പറയുന്നു, എനിക്കൊരമ്മയുണ്ട് കേട്ടോ, എനിക്കൊരമ്മയുണ്ട്. ഹല്ലേലൂയ. പലതും വിട്ടിറങ്ങിയ ക്രിസ്തു കഴിഞ്ഞാൽ വെളിപ്പാടിന്റെ ശക്തനായി, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് അഭിമാനമായി ഇന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്ന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, എനിക്കൊരമ്മയുണ്ട്. അതാരാന്നറിയാമോ? റോമാലേഖനത്തിൽ പറയുന്നത് രൂഫോസിന്റെ അമ്മ അതെനിക്കും അമ്മയാണെന്ന് പറഞ്ഞാൽ കുറയനക്കാരനായ ശീമോനും തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ദൈവസഭയുടെ മേഖലയിൽ ഉന്നത നിലവാരത്തിലെത്തി. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ കരം ക്രൂശിനൊന്ന് കൊടുത്തത് കൊണ്ട്, നിർബന്ധത്താലല്ല, നിർബന്ധിച്ചു കൊടുപ്പിച്ചതാണ്, സ്വയമായി തെരഞ്ഞെടുത്തതല്ല. അങ്ങനെയെങ്കിൽ നിർബന്ധിച്ച് ക്രൂശ് താങ്ങിയവന്റെ മേൽ ഈ ഒരു അനുഗ്രഹം വെളിപ്പെട്ടെങ്കിൽ ഞാൻ ആ ക്രൂശിന്റെ പിന്നാലെ നിന്നോളാം എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കരം നീട്ടിയാൽ നീ മാത്രമല്ല, നിന്റെ തലമുറയുടെ മേലും ഈ അനുഗ്രഹത്തിന്റെ മഹത്വം ഇറങ്ങി വരും. ഇന്നിന്റെ ആവശ്യം എന്താ? ഹല്ലേലൂയ. ഞാൻ കാലിക വിഷയങ്ങളിലോട്ടൊന്നും കയറുന്നില്ല. എല്ലാവർക്കും അറിയാം, മീഡിയ അതുപോലെ നിറഞ്ഞു നിൽക്കുകയല്ലേ. 100 വാർത്തകളൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രാമത്തിലും സംഭവങ്ങൾ വെളിപ്പെടുകയല്ലേ. ഹല്ലേലൂയ. ഇന്ന് തലമുറ ഒരു വല്ലാത്ത മേഖലയിലേക്ക് നീങ്ങുകയല്ലേ. ഇവിടെ കണ്ടില്ലേ തലമുറകൾ, ഹല്ലേലൂയ, ഈ ദേശത്തിന്റെ കുടുംബമായിക്കൊണ്ട് ഈ സത്യ സുവിശേഷം വിളിച്ചു പറയാൻ ഒരു പറ്റം തലമുറയെ ഇവിടെ എഴുന്നേൽപ്പിച്ചെങ്കിൽ അപ്പുറത്തിതാ ശത്രു ഒരു പറ്റം തലമുറയെ തകർച്ചയുടെയും മൂല്യച്യുതിയുടെയും ഉടച്ചിലന്റെയും, നോക്കിക്കേ, സാംസ്കാരികമായി ഹല്ലേലൂയ ഉയരത്തിലെത്തിയ കേരളം എല്ലാം കൊണ്ടും അതിന്റെ ഉന്നതിയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഹല്ലേലൂയ ആരോഗ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഉയർച്ചകളും അതിന്റെ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടി. പക്ഷേ നല്ല കാര്യം, ഒരു കേരളീയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഒരു മലയാളി എന്നതിൽ സന്തോഷിക്കുന്നു. എന്നാൽ അപ്പുറത്ത് ധാർമ്മികതയുടെ കാര്യത്തിൽ, വിദ്യാസമ്പന്നമായ, സാംസ്കാരിക സമ്പന്നമായ, ഭൗതിക സമ്പന്നമായ കൊച്ചു കേരളം ധാർമ്മികതയുടെ രംഗത്ത് തകർന്ന് തരിപ്പണമായി, ഹല്ലേലൂയ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനു വേണ്ടി എത്രയോ പദ്ധതികൾ ഗവൺമെന്റ്, സന്നദ്ധ സംഘടനകൾ മുഴുവൻ ആഞ്ഞു ശ്രമിക്കുന്നു. പക്ഷേ ഞാനൊരു സന്ദേശം പറയാം, ഇതിന് വിടുതൽ നൽകാൻ കഴിയുന്ന ഏക മാർഗം മറ്റൊന്നുമല്ല, അത് ക്രൂശിന്റെ മാർഗമാണ്, യേശുവിന്റെ പാദപീഠമാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ഞാൻ പറയാം, ഈ ക്രൂശിൽ കർത്താവിനോട് ചേർന്ന് 2 പേരുണ്ടായിരുന്നു. ഏറ്റവും അടുത്ത് ഇടത്തും വലത്തുമായിട്ട് 2 പേരുണ്ട്. നല്ല മനുഷ്യരൊന്നുമല്ല, നാട്ടിലെ മാന്യന്മാരല്ല, നാട്ടിലെ ഹല്ലേലൂയ മതത്തിന്റെ മേലധ്യക്ഷന്മാരല്ല, നാട്ടിലെ ഉന്നതന്മാരല്ല. ഏറ്റവും അടുത്തുള്ള 2 പേരെന്ന് പറയുന്നത് ഏറ്റവും ദുഷ്ടന്മാരാ, ദുഷ്പ്രവർത്തിക്കാരായ 2 എണ്ണം അപ്പുറം ഇപ്പുറം കിടക്കുന്നത്. ഹല്ലേലൂയ. ഒരുത്തൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരാളുടെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, നീ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങണം, ഇറങ്ങിയിട്ട് എന്നെയും കൂടെ എന്ത് ചെയ്യണം?
ഞാൻ ജീവിച്ചു. ഹല്ലേലൂയ. മോഷണം നടത്തി ജീവിച്ചു, അടിച്ചു തകർത്ത് ജീവിച്ചു, വല്ലോൻ്റെയൊക്കെ തട്ടിയെടുത്ത് ജീവിച്ചു, വല്ലോനെയൊക്കെ കൊന്നു ജീവിച്ചു, കിട്ടിയ മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ചു. പക്ഷേ എനിക്കിപ്പോഴും തൃപ്തി വന്നിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ജീവിക്കണം. അതുകൊണ്ട് നീ ഇറങ്ങി വന്നിട്ട് ഇവിടെ ജീവിക്കത്തക്കവണ്ണം ഒരു ഡെലിവറൻസ് എനിക്ക് തരണം, എന്നെയും കൂടെ രക്ഷിക്കണം. യേശു കർത്താവ് അർത്ഥപ്രാണനായി വേദനയോടെ ഇതൊക്കെ കേട്ടുകൊണ്ട് കിടക്കുമ്പോൾ അധരം ചലിപ്പിച്ചില്ല കേട്ടോ, ഒരക്ഷരം പോലും മിണ്ടിയില്ല. അത് കേട്ടതായി പോലും നമ്മുടെ കർത്താവ് ഭാവിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ തൊട്ടടുത്ത് കിടന്നുകൊണ്ടൊരു മനുഷ്യൻ, ഹല്ലേലൂയ, അവനും സെയിം പുള്ളിയാ. പക്ഷേ അവൻ ക്രൂശിനോട് അടുത്തപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. അവൻ അതുവരെ ചിന്തിച്ചത് ഈ ലോകത്തിലെ ജീവിതമുള്ളൂ, ഇവിടെ ജീവിക്കുന്ന കാലം അടച്ചു പൊളിച്ച് ജീവിക്കുക, ഇവിടുത്തെ ജീവിതം തീരുന്നതോടെ കാര്യമൊക്കെ തീരും, അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് സാധാപ്പെട്ട നിലയിലല്ല. ഇനി കയ്യിലില്ലെങ്കിൽ വല്ലോ മൂട്ടിച്ചെടുത്താണെങ്കിലും വല്ലോ അടിച്ചു മാറ്റിയാണെങ്കിലും ഇവിടെ തകർത്ത് പിടിച്ച് ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് ഈ മനുഷ്യൻ ജീവിച്ചിട്ട് വന്നത്. പക്ഷെ അവൻ ക്രൂശിന്റെ അടുക്കൽ വന്നപ്പോൾ അവന്റെ അകത്തൊരു കാര്യം ബോധ്യമായി. ഇവിടുത്തെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതം തീരില്ല, ഇവിടുത്തെ നാളുകൾ കൊണ്ട് എൻ്റെ ജീവിതം തീരില്ല, ഇതിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അവന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവൻ ആ ജീവിതത്തെ ബോധ്യപ്പെട്ടപ്പോൾ അവൻ അതിൻ്റെ ഒരു പ്രാർത്ഥനയാ നടത്തുന്നത്. ഹല്ലേലൂയ. ഇവിടെ ജീവിക്കണമെന്നുള്ളവർ ഇവിടുത്തെ കാര്യം മാത്രം പ്രാർത്ഥിക്കും. അവർക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇതൊന്നും പ്രാർത്ഥിക്കേണ്ടമല്ല. പ്രാർത്ഥിക്കാൻ അതരെന്തോ അതെ അടച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടണം, എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടണം, 4 വിസ കിട്ടണം, 4 കാര്യങ്ങൾ നടക്കണം. ഹല്ലേലൂയ. പുതിയ മേച്ചിൽപ്പുറങ്ങൾ കിട്ടണം, പുതിയ മേഖലകൾ കിട്ടണം, ഒരിടത്തിരിക്കുന്ന ആളെ അവിടുന്ന് പറിച്ച് മറ്റൊരിടത്തേക്ക് പോകണം എന്ന് വേണ്ട. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അടുത്ത പ്രാർത്ഥന കണ്ടോ, അവൻ പറയുന്നത് ഇതാണ്: എനിക്ക് ഇവിടെ ജീവിക്കണ്ട, പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുകയില്ല. ഈ പെട്ടിക്കപ്പുറത്തൊരു ജീവിതമുണ്ട്, ഈ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ മരണത്തിനപ്പുറത്തെ ജീവിതം തരാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല. ക്രൂശിനോടടുത്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഈ ജീവിതം തരാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അങ്ങയുടെ കയ്യിലേ ഉള്ളൂ. അങ്ങയെ മരണത്തിന് ഒതുക്കാൻ കഴിയില്ല. അങ്ങ ഇവിടെ കടന്ന് പിടഞ്ഞു മരിക്കുന്നെങ്കിലും അങ്ങ അല്പ കഴിയുമ്പോൾ അങ്ങ് രാജ്യത്വം പ്രാപിക്കും, അങ്ങ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് എനിക്കൊരൊറ്റ കാര്യം ചെയ്താൽ മതി, ഇവിടെ ജീവിക്കാനുള്ളതൊന്നും എനിക്ക് മതി. ഹല്ലേലൂയ. എനിക്ക് ആ രാജ്യത്തിൽ ഒന്നെത്തണം. അതുകൊണ്ട് എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. ഇന്നു രാത്രി നിത്യജീവന് വേണ്ടി 1.5 വഴിയില്ല കേട്ടോ, 1.5 വഴിയില്ല. നിത്യജീവന് ഒറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും നിത്യതയിൽ കടക്കില്ലെന്ന് പ്രഖ്യാപിച്ച യേശുവിലൂടെ നിത്യത പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. നോക്കിക്കേ, അർത്ഥപ്രാണനായി വേദനിച്ച് കിടക്കുക ഈ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന: നീ രാജ്യത്വം പ്രാപിക്കുമ്പോ എന്നെയും കൂടെ. ഹല്ലേലൂയ. കഴിഞ്ഞവന്റെ ശബ്ദത്തിനോട് പ്രതികരിക്കാത്ത കർത്താവ് ഹല്ലേലൂയ സ്പോട്ടിൽ സ്ഫുടമായി വ്യക്തമായി ഒരു ക്ഷീണവും ഇല്ലാതെ അവനെ നോക്കിയിട്ട് പറഞ്ഞു: സ്നേഹിതാ, ഹല്ലേലൂയ, ഇന്നും നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഹല്ലേലൂയ. ക്രൂശിന്റെ പ്രഖ്യാപനമാ ഇന്നു രാത്രി യേശത്തോട് പറയുന്നത്. പറുദീസ തുറന്നവൻ ഒരുവൻ ഇന്ന് രാത്രി നിത്യതയിൽ പ്രവേശിക്കാൻ ആ ക്രൂശിന്റെ വഴിയിലൂടെ അല്ലാതെ നിത്യത ആർക്കും തുറക്കപ്പെടുകയില്ല. ഇന്നു രാത്രി ആ നിത്യതയുടെ പ്രവേശനം ഈ ദേശത്തും ചിലതിന് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ഇവിടെ വന്നതുകൊണ്ട് ക്രൂശിന്റെ അടുക്ക വരുന്ന എല്ലാവരും നിത്യതയെ പോമോന്ന് ചോദിച്ചാലില്ല. ഹല്ലേലൂയ. അവിടെ 2 പേരിൽ ഒരാളെ പോയുള്ളൂ, ഒരാൾ രക്ഷപ്പെട്ടില്ല. ഹല്ലേലൂയ. അതിപ്പോ എത്ര കാലം ക്രൂശിനോട് ചേർന്ന് കിടന്നാലും എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഇന്നും ചിലതൊന്നും എന്ത് ചെയ്യാത്തേ.
അത് കുറ്റം പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. എല്ലാവരും ഒന്നും രക്ഷപ്പെടുകയല്ല, ഹല്ലേലൂയ. പക്ഷെ രക്ഷപ്പെടാനുള്ളത് രക്ഷപ്പെടും. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു ഒരു ചെറിയ ദൂത് പറയാനുണ്ട്. അതെന്താണെന്നറിയാമോ? മനുഷ്യന് രക്ഷപ്പെടാൻ, മനുഷ്യന്റെ സ്വഭാവം മാറാൻ, മനുഷ്യന്റെ ജീവിത രീതി മാറാൻ, ഒരടിസ്ഥാന ലൈഫ് സ്റ്റൈൽ കിട്ടാൻ, മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ, അവന്റെ ദുർമാർഗം മാറാൻ, അവനെ നല്ലവനാക്കി തീർക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് നസ്രയനായ യേശുവിന്റെ കാൽവറി മരണത്തിന്റെ ആ ക്രൂശിന്റെ പാദപീഠമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ വേറൊരു സ്ഥലവുമില്ല. ചിലതിനെ ഓർത്ത് നീ വേദനിക്കുന്നെങ്കിൽ, എന്റെ തലമുറയ്ക്കൊരു രക്ഷ കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇവന്റെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, എന്റെ അച്ഛന്റെ രീതി ഒന്ന് മാറിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്നു രാത്രി കുടുംബങ്ങൾക്കകത്തളത്ത് നീറി പുകഞ്ഞ് മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലോ ഈ ലൈവിലോ ഉണ്ടെങ്കിൽ, ഈ ഗ്രൗണ്ടിലോ ഉണ്ടെങ്കിൽ, ഇന്നു രാത്രി ആത്മനിയോഗത്തോടെ പറയുന്നു, നിങ്ങൾക്കൊരു സദ്വർത്തമാനം. അത് മറ്റൊന്നുമല്ല, മാറ്റുന്നവൻ ഒരുവൻ, ജീവിതങ്ങളെ ചേഞ്ച് ചെയ്യുന്നവൻ ഒരുവൻ. അത് മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ഒന്ന് വിളിച്ചാൽ മതി ആന്റി. നിന്റെ തലമുറ വിടിവിപ്പാൻ അവന് കഴിയും. നിന്റെ വീട്ടിനകത്ത് നീ ഉപദേശിച്ചിട്ട് ശരിയായില്ലല്ലോ, നീ ഇത്രയും കാലം പറഞ്ഞിട്ട് ശരിയായില്ലല്ലോ, ഇന്ന് രാത്രി നീ യേശുവിനെ വിളിച്ചിട്ട് പറ, എൻ്റെ വീട്ടിൽ വാ, എൻ്റെ ലൈഫിൽ വാ, എൻ്റെ ലൈഫിലൂടെ എൻ്റെ കുഞ്ഞിനോട് ഇടപെട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ലൈഫിനെ യേശുവിന് കൊടുക്ക. നിന്റെ കൂടെ നിന്റെ വീട്ടിൽ യേശു നിൽക്കട്ടെ. നിന്റെ വീട്ടിനകത്തെ ചില പരാജയങ്ങൾ, ചില വെല്ലുവിളികൾ, ചില വേദനകൾ, ചില സങ്കടങ്ങൾ, ചില തകർച്ചകൾ ഇന്ന് രാത്രി എന്റെ കർത്താവ് പരിഹരിക്കട്ടെ. അതുകൊണ്ടാ ഈ കാലത്തെ നോക്കിയിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ വാതിക്കൽ, ക്രൈസ്തവ സമൂഹമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദേശവാസികളെ, വാതിക്കൽ, വീടിന്റെ വാതിക്കൽ നിന്നൊരാൾ മുട്ടുന്നു, പ്രാർത്ഥിച്ച പോരാ, വാതിൽ തുറന്ന് അവനെ അകത്ത് കയർ, അവനോട് കൂട്ടായ്മ ആചരിക്ക്, വീട്ടിനകത്ത് കൂട്ടായ്മ ആചരിക്ക്. അവൻ ഉച്ചയ്ക്കല്ല, രാവിലെ അല്ല, അത്താഴത്തിൽ നിന്റെ വീടിന്റെ ഒരു ഭാഗമായി നിൽക്കാൻ ഇന്നു രാത്രി യേശു വരുന്നു. എന്തിനാണെന്നറിയാമോ? നിന്റെ വീട്ടിനകത്തെ ദുഃഖം, രാപ്പനിയുണ്ടല്ലോ, ആരും അറിയാത്ത വേദന, ആരും കാണാത്ത സങ്കടം, ഹല്ലേലൂയ, നിനക്കാരോടും അഭിമാന നിമിത്തം തുറന്നു പറയാൻ കഴിയാത്ത നിന്റെ വേദന, ഹല്ലേലൂയ, ഇന്ന് രാത്രി തുറന്നു പറയാൻ കഴിയുന്ന അവന് വേണ്ടി നിന്റെ വീട്, ഹൃദയം തുറന്നു കൊടുക്ക. ഈ രാത്രി അവൻ ചില മാറ്റങ്ങൾ തരട്ടെ. മാറ്റാൻ വേറെ സ്ഥലമില്ല കേട്ടോ, വെറുതെ വേറെ പോകുന്നൊക്കെ കാശ് പോത്തേ ഉള്ളൂ. മാറ്റം തരുന്നവൻ ഒരുവനേ ഉള്ളൂ. അത് ഹല്ലേലൂയ, ക്രൂശിൽ അതവൻ പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ക്രൂശിന്റെ മൂട്ടിലെത്തിയിട്ട് എത്ര കാലമായി? ക്രൂശിന്റെ ചുവട്ടിലെത്തിയിട്ട് എത്ര കാലമായി? 10 വർഷമായവരുണ്ട്, 5 വർഷമായവരുണ്ട്, 20 വർഷമായവരുണ്ട്, 30, 40, 50. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 102 വർഷമായൊരു വരെയുണ്ട്. സ്തോത്രം. ഇനിയും ചോദിക്കുന്നത്, മാറ്റം വല്ലതും വന്നു? സ്വഭാവം മാറിയോ? സ്വഭാവം മാറിയോ? സ്വഭാവം മാറിയോ? ഇവിടെ വന്നിട്ട് മാറിയില്ലെങ്കിൽ ഇനി എവിടെ പോയി മാറാനാ? ഇവിടെ മാറാത്തവർക്ക് ഇനി എവിടെയെങ്കിലും മാറ്റമുണ്ടാകുമോ? ഹല്ലേലൂയ. 50 വർഷം കൊണ്ട് ഈ ചുവട്ടിൽ നിന്നിട്ട് ക്ഷമിക്കാൻ പഠിച്ചോ? 50 വർഷം കൊണ്ട് ഈ ചുവട്ടിൽ നിന്നിട്ട് മറക്കാൻ പഠിച്ചോ? ഹല്ലേലൂയ. 50 വർഷം കൊണ്ട് ഈ ക്രൂശിനെ അനുഗമിച്ചിട്ട് ക്ഷമിക്കാൻ പഠിച്ചോ?
അടുത്തിരിക്കുന്ന സഹോദരനോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലതൊന്ന് പൊറുക്കാൻ കഴിയുന്നുണ്ടോ? ചിലതൊന്ന് മറക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു സഹനമുണ്ടോ? സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലത് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ഇല്ലെങ്കിൽ ഈ പ്രഥമ രാത്രിയിൽ വെറും ഒരു സന്ദേശമല്ല, ക്രൂശിന്റെ പവർ, ക്ഷമിക്കാൻ കഴിയുന്ന പവർ, സഹിക്കാൻ കഴിയുന്ന പവർ, പൊറുക്കാൻ കഴിയുന്ന പവർ. പ്രൈസ് ദി ലോർഡ്. ഇത് കഥയല്ല കേട്ടോ, ഇത് കഥയാക്കുന്നത് പിശാച, ഇത് കഥയല്ല. ഹല്ലേലൂയ. മറിയ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട മറിയ നോക്കിക്കേ, ചങ്കിനകം മുഴുവൻ ഒരു സഹോദരി അവിടെ ചങ്കൊന്ന് നോക്കി. ഹല്ലേലൂയ. ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല. ദൂരെ നിന്ന് നോക്കി എവിടാ കൊണ്ടുവയ്ക്കുന്നതെന്ന് കണ്ടു. കണ്ടിട്ട് പോയതാ. രാത്രി ഉറക്കമില്ല. എന്നിട്ട് സാന്ധ്യം, അതേ ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടുക. എങ്ങോട്ടാ? സെമിത്തേരിയിലോട്ട്. ഒരു സാധാപ്പെട്ട കാര്യമല്ല. അല്ലെങ്കിൽ അവൾ ഓടി വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? അവനെ എവിടെ വെച്ചേക്കുന്നതെന്ന് പറ, ഞങ്ങൾ എന്ത് ചെയ്യാം, എടുത്തോണ്ട് പൊയ്ക്കോളാം എന്ന്. നാറി. ഹല്ലേലൂയ. എത്ര ദിവസമായെന്നറിയാമോ? ഹല്ലേലൂയ. നാറ്റമൊന്നും എനിക്ക് വിഷയമല്ല. കാരണം എന്താ ചോദിച്ചാൽ, എൻ്റെ ചങ്കിനകത്ത് എൻ്റെ പ്രിയനാ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എനിക്ക് അവോയ്ഡ് ചെയ്യാനൊക്കാത്ത ഒരാളുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ്. അതുകൊണ്ട് അവനെ ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ട് മറിയേ, സ്നേഹിക്കുന്നവളെ, ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരിൽ, ഭക്തമതികളിൽ ഹല്ലേലൂയ എത്ര പേരുടെ അകത്ത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴമേറിയ ഒരു വെളിപ്പാട് എത്ര പേരുടെ അകത്തുണ്ട്? ഇല്ലെങ്കിൽ സഹോദരങ്ങൾ, കുടുംബം നടത്തുന്ന കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു മഞ്ഞ് ഇതിനകത്ത് പെയ്തിറങ്ങി നമ്മെ ഊദ്ധരിക്കുന്നത് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ മറിയ ഓടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ എന്നാ, അവര് മുറിക്കാതിരിക്കുക, പേടിച്ചിരിക്കുക എന്നൊക്കെയാ പറയുന്നേ. പക്ഷെ പേടിച്ചിരിക്കുകയാണെങ്കിലും നല്ല സൂപ്പർ ഫാസ്റ്റ് ഫുഡ് മൊത്തം വാങ്ങിച്ചോണ്ടാ കയറിയിരിക്കുന്നേ. ഹല്ലേലൂയ. മൊത്തം അവിടെ ചെന്നപ്പം ഹല്ലേലൂയ കഴിച്ചു കഴിഞ്ഞിട്ട് വെച്ചേക്കുന്ന ഒരു സാധനം, അത് കർത്താവ് ചോദിച്ചു എന്നാ ഉണ്ട് കഴിക്കാൻ ചോദിച്ചോണ്ടേ പറഞ്ഞു, ഹല്ലേലൂയ ഫിഷ് ഫ്രൈ ഇരിപ്പുണ്ട്, തേൻകട്ട ഇരിപ്പുണ്ട്, കഴിച്ചിട്ട് ബാലൻസ് വെച്ചേക്കുക. അപ്പൊ എന്നാ കഴിപ്പാ ഇവർ കഴിച്ചെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. അവിടെ ചെന്ന് മറിയ പറഞ്ഞു, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവിടെ എഴുതിയേക്കുന്ന ലൂക്കോസ് പറഞ്ഞേക്കുന്നത് അവർക്കൊരു കഥ പോലെ. എനിക്കറിയാം ഇതിനകത്ത് ചിലർക്ക് കഥ പോലെ തോന്നുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇത് കഥയല്ല, ഇത് കഥയല്ല കേട്ടോ, ഇത് കഥയല്ല, ഇത് പവറാ. ഇന്ന് രാത്രി ഇതിനകത്ത് ഇത് പവറായി വ്യാപരിക്കണം. ഇന്ന് രാത്രി ക്രൂശീകരണം കഥയല്ല, ഉടബൽ ഇത് ഒന്നാം തലമുറയ്ക്ക് കഥയല്ല. ഹല്ലേലൂയ. ഇത് പവറാണെങ്കിൽ ഇന്ന് രാത്രിയിലും ഇതിന്റെ പവർ ഇതിനകത്ത് വ്യാപരിക്കണം. ഇത് പവറായെങ്കിലേ തലമുറ എഴുന്നേക്കത്തുള്ളൂ. കഥയാണ് തലമുറയിൽ വിടുതൽ നടക്കുകയല്ല. തലമുറയിൽ വിടുതൽ നടക്കണമെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ക്രൂശീകരണം ഒരു കഥയല്ല, ഒരു പവറായി മാറണം, ഒരു പവറായി മാറണം. അതുകൊണ്ട് ഗലാത്യ സഭയെ നോക്കിയിട്ട് ഹല്ലേലൂയ പൗലോസ് ചോദിക്കുക, ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രൻ ചെയ്ത് എന്ന് പറഞ്ഞ ഇവത്തങ്ങളുടെ പോക്ക് കണ്ടിട്ട് ക്രിസ്തു ഇവരുടെ ക്രൂശിക്കപ്പെട്ടവനായിട്ട് ഇവരുടെ അകത്തില്ല. ഓണ്ടേ ഇവത്തങ്ങൾ ഈ പരിപാടി ചെയ്യലല്ലോ, ഇങ്ങനെ സംസാരിക്കത്തില്ലല്ലോ, ഇങ്ങനെ പ്രവർത്തിക്കത്തില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് സഭയ്ക്കകത്ത് യേശുവിന്റെ ക്രൂശ് ഒരു പവറായി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കാമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ചില അടയാളങ്ങൾ ഇതിനകത്ത് സംഭവിക്കും. ഉടബൽ കബലാദികൾ കരാജനാട്ട ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഹല്ലേലൂയ. 2022 എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഹല്ലേലൂയ. 22 ഹല്ലേലൂയ 2022 മെയ് മാസം 20-ാം തീയതി ഞാൻ കളിയിക്കവിളയ്ക്ക് ഹല്ലേലൂയ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ സഹധർമ്മിണി വീട്ടിലുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഫലകരമായ അനുഭവം എൻ്റെ പിന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹധർമ്മിണിയാണ്. ഹല്ലേലൂയ.
വളരെ ആത്മാർത്ഥമായി ഇപ്പോഴും അവൾ അവിടെ പ്രാർത്ഥനയിലിരിക്കുകയായിരിക്കും. ഞാൻ പോകുന്നത് മുതൽ പ്രാർത്ഥനയിലിരിക്കും, ദിനങ്ങളോളം ഉപവസിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ ശുശ്രൂഷയുടെ ബലം അങ്ങനെയായിരുന്നു. കളിക്കവിളയ്ക്ക് പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ വന്ന യാത്രയച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരോഗ്യത്തോടെ കണ്ടിട്ട് പോയി. കളിക്കവിളയിലെത്തി. ശനിയാഴ്ച പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞു. അതേ ശനിയാഴ്ച വൈകിട്ട് മോള് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മിക്ക് എന്തോ ഒരു ക്ഷീണമുണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഒരു കാര്യം ചെയ്യ്, ഞായറാഴ്ചത്തെ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് കൂടുകയാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവല്ല, വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ കാരിത്താസിലെങ്ങാനും പോയി അച്ചായമാരെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ നിന്നു. പക്ഷെ ഞായറാഴ്ച രാവിലെ മോള് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൾ ആരാധനയ്ക്ക് പോയി. ആരാധന കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ ബെഡിൽ ഒറ്റ കിടപ്പാണ്. വെള്ളം, അല്പം കഞ്ഞി വെള്ളം എടുത്തുകൊണ്ട് വന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് രണ്ട് സൈഡിൽ കൂടെ പോയി താഴേക്ക് ഇറങ്ങിയില്ല. ഞാനവിടെ ശുശ്രൂഷയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് സഭയിലെ ദൈവമക്കൾ പെട്ടെന്ന് വന്നു. അവർ എടുത്ത് വണ്ടിയിലിട്ട് കാരിത്താസിലേക്ക് പോയി. ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ യോഗം കഴിഞ്ഞിട്ട്, ഉച്ചയ്ക്കത്തെ യോഗം കഴിഞ്ഞിട്ട് മുറിയിലിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സ്നേഹിതനായ ഒരു ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം കാരിത്താസിലെ ന്യൂറോയുടെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്ന ലിജോ ജെയിംസ് എന്ന് പറയുന്ന ഒരു 45 വയസ്സിലധികം പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ, അദ്ദേഹത്തെ വിളിച്ചു. സൺഡേ ആയതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പെട്ടെന്ന് എമർജൻസിയിലെത്തി. എൻ്റെ വൈഫിനെ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ അദ്ദേഹം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിധി എഴുതി. ആ സമയത്തേക്ക് ശബ്ദം പോയി, എല്ലാം, ആളിൻ്റെ ശരീരം മുഴുവൻ ഡെഡായി. കണ്ണ് ഫുള്ളി തുറന്നിരിക്കും, കണ്ണടയ്ക്കാൻ കൺപോള ചലിക്കുകയില്ല, കണ്ണ് ഫുള്ളി തുറന്നിരിക്കും, പുരികം പോലും ചലിക്കുകയില്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗവും ചലിക്കുകയില്ല, എല്ലാം കാണാം, എല്ലാം അറിയാം, ഒന്നും പ്രതികരിക്കാൻ കഴിയുകയില്ല. ഇതാണ് കണ്ടീഷൻ. അദ്ദേഹം വിധി എഴുതി. GBS, ഗുല്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുന്ന, അതായത് ലക്ഷങ്ങൾക്ക് വയറ്റിന് അസുഖം വന്നാൽ അതിൽ ഒരെണ്ണം ഇങ്ങനെ ആകാം. ലക്ഷങ്ങൾക്ക് നല്ല പനി വന്നാൽ ഒരെണ്ണം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാം. പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിനേഷൻ ലക്ഷങ്ങൾക്കെടുക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കാം. അതിലേതോ പ്രശ്നത്തിലൂടെ സംഭവിച്ചതാണ്. പക്ഷേ ഹല്ലേലൂയ, അദ്ദേഹം പറഞ്ഞു, ഓക്സിജൻ ലെവൽ താഴേക്ക് പോയി. വെന്റിലേറ്ററിലേക്ക് ആളിനെ മാറ്റി. എന്നിട്ട് മോള് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, തൊട്ടടുത്ത് 36 വയസ്സുള്ള കുവൈറ്റിൽ നിന്ന് വന്ന ഒരു ബ്രദർ 32 ദിവസമായി വെന്റിലേറ്ററിൽ കിടക്കുന്നു, ഒന്നും അറിയില്ല, ഒറ്റ കിടപ്പ. നടന്നാണ് ഹോസ്പിറ്റലിൽ കയറി വന്നത്. കാരണം അദ്ദേഹത്തിന് ശരീരത്തിനൊരു പെരുപ്പായിരുന്നു. പക്ഷെ അവിടെ വന്നതിന് ശേഷം അസുഖം കൂടി, സെയിം GBS ഇങ്ങനെ കിടക്കുന്നു. അത് കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ പല രോഗികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 വർഷം വരെ വെന്റിലേറ്ററിൽ ഇട്ടവരെ എനിക്കറിയാം. നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അതേ ഒരു സൈലൻ്റായിട്ട് ആളിനെ ഒരു മരണത്തിന് ഏൽപ്പിച്ചു വിടുന്നതാണ് നല്ലത്. ഈ മരുന്ന് ചെയ്താൽ വെന്റിലേറ്ററിൽ ഏറ്റവും കുറഞ്ഞത് ചില കാലങ്ങൾ 1.5 വർഷമെങ്കിലും ഇട്ടേക്കേണ്ടി വരും. റെഡിയാണോ എന്നൊക്കെ ചോദിച്ചു. എന്നെ മോള് വിളിച്ചു. ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിനല്ലേ കൊണ്ടുപോയത്, അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രവൃത്തി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അന്ന് രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവർ പറഞ്ഞു പോയിക്കോ. പക്ഷേ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇല്ല, ഇന്നത്തെ രാത്രിത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചത്. എന്നാൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. വെറും 10 ml-ന് 22,200 രൂപയാണ് മരുന്ന്. 30 ml ആണ് ഒറ്റ ഇഞ്ചക്ഷൻ. 4.5 ലക്ഷം രൂപ. 5 ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ 4.5 ലക്ഷം രൂപയാകും. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഹല്ലേലൂയ, ഒരു ഹോപ്പുമില്ല. എന്നോട് മോളോട് പറഞ്ഞു, 5 ദിവസം കഴിഞ്ഞിട്ട് ചെറിയ സിംറ്റംസ് കാണിക്കും, അപ്പോൾ ഞാൻ മറുപടി പറയാമെന്ന്. 5 ദിവസമാകാതെ ഈ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് ആയോ ഇല്ലയോ എന്നറിയത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 93 കൈ കൊടുത്ത് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നന്മയിലും തിന്മയിലും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഞാൻ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണെങ്കിലും ഹല്ലേലൂയ, 9 മണി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി.
ഏകദേശം ഒരു 12:30 ആകുമ്പോൾ ഒന്നാമത്തെ ബെഡിലാണ് കിടക്കുന്നത്. രണ്ടാമത്തെ ബെഡിൽ ആ ചെറുപ്പക്കാരനാണ് കിടക്കുന്നത്. ഒന്നാമത്തെ ബെഡിൽ കിടക്കുന്ന അവൾ അവിടെ കിടക്കുമ്പോൾ നേഴ്സസ് എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ എല്ലാവരെയും കാണാം, പക്ഷെ ഒന്നും പ്രതികരിക്കാൻ ഒക്കത്തില്ല. ഐസിയുവിൻ്റെ ഡോർ തുറക്കുന്നത് അവൾ കാണുന്നു. അല്ലെങ്കിൽ അത് കാണുന്നുണ്ടെ അവൾ വിചാരിച്ചു പാസ്റ്റർ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വരികയായിരിക്കും അല്ലെങ്കിൽ എന്ന് മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ ആ കയറി വന്നയാളും നേരെ അവിടെ ബെഡിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ വലതുകരം അവിടെ തലയിലേക്ക് വെക്കുന്നത് അവൾ അറിഞ്ഞു. ആ തലയിൽ വെച്ചുകൊണ്ട് അല്പനേരം അവിടെ നിൽക്കുമ്പോൾ ഒരു ഐസ് ബോക്സിനകത്തേക്ക് അവളെ എടുത്തിടുന്നത് പോലെ തോന്നി. അല്പ കഴിഞ്ഞപ്പോൾ അവിടെ ശരീരത്തിൽ ഒരു ശക്തി വ്യാപരിച്ചു. അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പാട്ടായിട്ട് മാറി. ഏകദേശം 1/2 മണിക്കൂർ അന്യഭാഷയിൽ അവിടെ കിടന്ന് പാടി. ആ നിമിഷം ദൈവം അവളെ സൗഖ്യമാക്കി കഴിഞ്ഞിരുന്നു. സിസ്റ്റേഴ്സിന് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ സിസ്റ്റേഴ്സ് ഹല്ലേലൂയ ഞാൻ പറയട്ടെ, അവർ വെളുപ്പിനെ തന്നെ അന്നേരം തന്നെ ഡോക്ടറെ വിളിച്ചു. പക്ഷേ ഡോക്ടർ ഒരു 5 മണിയായപ്പോഴത്തേക്ക് അവിടെ എത്തി. അല്ലെങ്കിൽ 8 മണിക്ക് വരേണ്ട ഡോക്ടർ 5 മണിക്ക് വന്ന് എൻ്റെ വൈഫിനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ലിസിയുടെ ബൈസ്റ്റാൻഡേഴ്സ് ഹല്ലേലൂയ എല്ലാവരും അന്തിച്ചു. ഇങ്ങനെ വിളിക്കാറില്ല. ഹല്ലേലൂയ കയറി വന്നുടനെ പറഞ്ഞ പദം, ഞാനുണ്ട്, മകളുണ്ട്. ഹല്ലേലൂയ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആ അമ്മയുടെ മേൽ എന്തോ ഒരു ദൈവാനുഗ്രഹം നടന്നിട്ടുണ്ട്. കത്തോലിക്കനായ ഡോക്ടർ പറയുക, അമ്മയുടെ മേൽ ഒരു ദൈവാനുഗ്രഹം നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, ക്രൂശിന്റെ വചനം അക്ഷരമല്ല, അക്ഷരമല്ല, അത് ദൈവശക്തി. ഈ സമൂഹത്തിന്റെ വളർച്ച ദൈവശക്തിയുടെ വളർച്ചയാണ്. ഇന്നു രാത്രി ക്രൂശിന്റെ വചന കഥയല്ല കേട്ടോ. ഹല്ലേലൂയ, ഇവിടെ രോഗശാന്തി വ്യാപരിക്കുന്നതാണ് ക്രൂശിന്റെ വചനം. ചില മേലെഴുത്തുകൾ വെട്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ യേശുവിൻ്റെ ഏറ്റവും അടുത്ത് കിടന്ന ഈ മനുഷ്യന്റെ മേൽ ഒരു മേലെടുത്തുണ്ട്. എന്താണെന്നറിയാം, അവിടുത്തെ മതങ്ങൾ എഴുതി, ഹല്ലേലൂയ എന്തൊക്കെ ആയാലും നിനക്ക് നിത്യതയില്ല. ഹല്ലേലൂയ ക്രൂശിന്മേൽ നീ മരിക്കുന്നത് കൊണ്ട് നീ ശാപഗ്രസ്തനാണ്, നിനക്ക് നിത്യതയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രമല്ല, അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധിയാണ്, നിനക്ക് നിത്യതയില്ല. പക്ഷേ അന്നൊരൊറ്റ മിനിറ്റ് കൊണ്ട് വെട്ടിയത് എന്താണെന്നറിയാം, അന്ന് സ്വർഗം അത് വെട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ചില മേലെടുത്ത് വെട്ടുന്ന പവറാണ് ഇന്ന് രാത്രി ക്രൂശിന്റെ ശക്തി. അത് മെഡിക്കൽ സയൻസ് എഴുതിയാലും, അത് നിന്റെ ബന്ധുക്കൾ എഴുതിയാലും, അത് നിന്റെ കൂട്ടുകാരെഴുതിയാലും, അത് നിന്റെ ദേശം എഴുതിയാലും, ഇന്ന് രാത്രി വെട്ടുന്നൊരു പവറാണ് ക്രൂശിന്റെ ശക്തി. ഇന്ന് രാത്രി മേലെടുത്ത് വെട്ടുന്ന ഒരു സാന്നിധ്യം. ആര് പറഞ്ഞു? അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ലെന്ന് പലരും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? നിന്റെ വീടിനൊരു വിടുതൽ വരത്തില്ലെന്ന് പലരും നിന്റെ വീടിനെ നോക്കി പറഞ്ഞു. നീ മുടിഞ്ഞു പോകുമെന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞു കാണും. പക്ഷേ ഇന്ന് രാത്രി നിന്റെ ആ മേലെടുത്ത് വെട്ടുന്ന ഒരുവൻ ഈ ദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ മേലെടുത്ത് പലരും പറയുന്ന ശാപവാക്കുകളെ വെട്ടി ഒരനുഗ്രഹത്തിന്റെ മഞ്ഞ് പെയ്തിറക്കുന്ന ഒരു സാന്നിധ്യം ഇന്ന് ഈ പ്രഥമ രാത്രിയിൽ ഈ ദേശത്ത് നടകൊണ്ടിട്ടുണ്ട്.